മഴവിൽ മനോരമയിലെ തട്ടിയും മുട്ടി എന്ന കോമഡി സിറ്റ്കോമിൽ ഏകദേശം 4-5 വർഷം അടുപ്പിച്ച് അഭിനയിച്ച ഒരാളാണ് സിദ്ധാർത്ഥ്. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിലേക്ക് ചെന്നപ്പോഴത്തേനും ഇവനോട് പറഞ്ഞു, നിനക്ക് ഓഡീഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് അഭിനയിച്ചോളാൻ. എന്നിട്ട് ഇവൻ പറഞ്ഞെന്നാണ് പറയുന്നത്, എനിക്ക് ഓഡീഷൻ വേണം, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവൻ പറഞ്ഞ് ഓഡീഷൻ ചെയ്യിപ്പിച്ചിട്ട് കയറിയതാണെന്നാണ് പറയുന്നത്. ഇവനെ ഇനി പെട്ടെന്ന് ഉപ്പുമുളകിലേക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉപ്പുമുളകിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച 3 പേര് കേസുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണ്. അവരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ അഭിനയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഉപ്പുമുളകിന്റെ സംഘാടകർ അവരോട് പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും സിദ്ധാർത്ഥ് ഇതിൽ അഭിനയിക്കാനായിട്ട് അവന്റെ കേസ് കഴിയണം. എന്റെ അഭിപ്രായത്തിൽ ഇവന്റെ കയ്യിലും തെറ്റുണ്ട്, നാട്ടുകാരുടെ കയ്യിലും തെറ്റുണ്ട്. ഇവനെ പിടിച്ച് കെട്ടിയിട്ടതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇവൻ അക്രമകാരിയാണ്. ഇവനെല്ലാവരെയും അടിക്കാനൊക്കെ ചെന്നായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും ഇവനെ കെട്ടിയിട്ടതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവന്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിക്കുന്നുണ്ട്. കൂടാതെ കയറ് വെച്ചിട്ട് കഴുത്ത് മുറുക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ തോന്നിവാസമാണ് നാട്ടുകാർ കാണിച്ചത്. ഇവന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് റോഡിന്റെ സൈഡിലേക്ക് എങ്ങാനും ഇടുക, എന്നിട്ട് പോലീസിനെ വിളിക്കുക, അതാ ചെയ്യേണ്ടത്. എന്തിനാണ് ബാക്കിയുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സീനൊക്കെ ഉണ്ടാക്കുന്നത്? സിദ്ധാർത്ഥ് ഇനിയും വരുമോ? ചാൻസ് വളരെ കുറവാണ്. കാരണം ഉപ്പുമുളകിന്റെ ഷെഡ്യൂളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ജൂഹിയുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ മുംബൈക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നശിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ബാലും നീലും പോയിട്ട് പോലും ആ പ്രോഗ്രാം അതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല റേറ്റിങ്ങിന്. യൂട്യൂബിലൊക്കെ തന്നെ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ഒരു ദിവസം കൊണ്ട് വ്യൂസ് കയറുന്നുണ്ട്. പിന്നെ സിദ്ധു തിരിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കമന്റ് ഇടുന്നവരോട് എനിക്ക് യോജിപ്പ് തന്നെയാണ്. കാരണം അവന് തെറ്റ് പറ്റി, അവന് അതിനുള്ള ശിക്ഷ കിട്ടി. അവന്റെ ലൈസൻസ് ഒക്കെ റദ്ദാക്കി. ലൈസൻസ് ഡിസ്മിസ് ചെയ്താലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മാതിരി പരിപാടിയാണ് കാണിച്ചത്. മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കും. ഒരവസരം എല്ലാവർക്കും കൊടുക്കണം. പക്ഷെ അവന്റെ കാര്യം മാത്രം ഓർത്താൽ പോരാ, ആ ഇടിച്ചിട്ട ആളുടെ കാര്യം കൂടെ ഓർക്കണം. അയാളുടെ ഫാമിലി, അയാളുടെ അവസ്ഥയൊക്കെ നമ്മൾ ഓർക്കണം. മാത്രമല്ല അവർക്ക് എന്തെങ്കിലും കൊടുക്കുമായിരിക്കും സിദ്ധുവിന്റെ ഫാമിലി. കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അതായത് ഇവൻ കാരണമാണ് പുള്ളി അങ്ങനെ കിടക്കുന്നത്. സിദ്ധുവിന്റെ ഫാമിലി അത്യാവശ്യം കാശുള്ള ഫാമിലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ ഇടിച്ചു തെറിപ്പിച്ചിട്ടും ഇവൻ നിസ്സാരമായിട്ടാണ് കണ്ടത്. പക്ഷെ അയാളുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോയി, ഇടിച്ച ആൾക്കൊന്നും പോകത്തില്ല, അയാൾക്ക് പോയി. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പൈസ ഉള്ളവരൊക്കെ കോർട്ടിൽ ചെല്ലുമ്പോഴത്തേനും അവർ രക്ഷപ്പെട്ടു പോകുന്നത്. പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇവൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും അലമ്പുണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തെറ്റ് തിരുത്തി അവന് മുന്നോട്ട് പോവുക. അല്ലാതെ അവൻ ഈ പരിപാടി തന്നെ തുടരുകയാണെങ്കിൽ കരിയർ തന്നെ നശിക്കും. അതെനിക്ക് പറയാനുള്ളൂ. അവൻ ഇനി ഒരു അവസരം കൂടെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഉപ്പുമുളകിൽ അവൻ അഭിനയിക്കുക, ഈ പ്രോഗ്രാം മുന്നോട്ട് പോവുക. ഇപ്പം നല്ല റേറ്റിംഗ് ഉണ്ട്. ഇവനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം. എന്തൊക്കെയായാലും ഇവൻ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക. അത്രയൊക്കെയുള്ളൂ പറയാൻ. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെയുള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.